ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ താരം മാറാനുള്ള ഞാൻ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയാണ്. ഇത് ശരിക്കും നല്ല റിസൾട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ചെറുനാരങ്ങ വെച്ച് ചെയ്യുന്നത്. ഇത് ചിലവർ പറയും ചെറുനാരങ്ങ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയില്ലേ എന്നുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറുനാരങ്ങയുടെ നീര്, ഇതിപ്പോൾ വലിയ ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങ നീര് നമ്മളത് എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും, കാരണം അത് തലയോട്ടിയിൽ തേക്കേണ്ട, മുടിയിഴയിൽ തേക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതേ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഇതിൽ നമ്മളുടെ ഈ നാരങ്ങ നീര് ഡയറക്റ്റായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യരുത്. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്തിക്കണത് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല അതിൽ. നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഇത് കണ്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും, ഇത്രയും ഉണ്ടല്ലോ, ഇത് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് നമ്മളുടെ മുടി ഇങ്ങനെ തുണിയിലൊന്നും ആക്കാൻ നിൽക്കരുത്. ചിലവർ കോട്ടണിലൊക്കെ വെച്ചിട്ട് വെക്കുക, അതിൻ്റെ ആവശ്യമില്ല. വെറുതെ കോട്ടണിൽ പിടിച്ച് വെറുതെ പോവും. നമ്മളെടുക്കുക, നമ്മുടെ മുടിയിഴകളിൽ ഇങ്ങനെ തേക്കുക, പിന്നെ വീണ്ടും എടുക്കുക, ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക. തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 3/4 മണിക്കൂറെങ്കിലും കഴിയണം. എന്നിട്ട് ഷാമ്പൂ ഇട്ട് കഴുകുക. ഷാമ്പൂ താളി ഇട്ട് ചെയ്യുക. നന്നായിട്ടുള്ളവർക്ക് ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് 3 ആഴ്ചയെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നല്ല കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 തവണ ചെയ്യുമ്പോൾ തന്നെ ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇടാൻ മറക്കരുത്. ഷാമ്പൂ ഇടണം കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്, ഷാമ്പൂ ഇടണം. അടുത്ത കാര്യം പറഞ്ഞത് നമ്മൾ ഉലുവ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഉലുവ നമ്മൾ ഇത് കണ്ടോ, ഉലുവ നമ്മൾ കുതിർക്കുക, നന്നായി കുതിർക്കുക. തലേദിവസം രാത്രി നമ്മൾ കുതിർത്ത് വെച്ച ശേഷം രാവിലെ നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം. ഇത് അത്ര പെട്ടെന്ന് എനിക്ക് റിസൾട്ട് അങ്ങനെ കിട്ടിയില്ല, എന്നാലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റ് റിസൾട്ട് എനിക്ക് നാരങ്ങേനായിരുന്നു. പക്ഷെ ഉലുവ തലയിൽ വെക്കുമ്പോൾ നമുക്ക് കോൾഡ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് വെച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. ഇത് വെക്കുമ്പോൾ നമുക്ക് തലയിൽ കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഉലുവ അറിയാലോ, നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. അതായത് മുടി കൊഴിച്ചിൽ മാറാനും, അതുപോലെ തന്നെ മുടി നല്ല എന്താ പറയുക, ചകിരി പോലത്തെ മുടി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല സിൽക്കി ആവാനൊക്കെ ഉലുവ നല്ലതാണ്. മുടി വളരാൻ നല്ലതാണ്, തലയ്ക്ക് തണുപ്പ് നൽകാൻ എല്ലാം നല്ലതാണ്. ഡാൻഡ്രഫ് പോകാനും ബെസ്റ്റാണ്. പക്ഷേ എനിക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഇതിനാണ്. ഇതും ബെസ്റ്റാണ്, പക്ഷേ നല്ല റിസൾട്ട് എനിക്ക് അതിനാണ് വന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ആര്യവേപ്പിലയാണ്. അത് നല്ല റിസൾട്ട് കേട്ടോ. ആര്യവേപ്പില നമ്മൾ ശരിക്കും എടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്ത ശേഷം നമ്മൾ തലയോട്ടിയിൽ പിടിപ്പിച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം. നന്നായിട്ട് തലയൊന്ന് ചൊറിയും ആര്യവേപ്പില. അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാ തലയോട്ടിയിലും എല്ലാ ഭാഗത്തും തേക്കാം. മുടിയിഴകൾ തേച്ചില്ലെങ്കിൽ തേക്കേണ്ട ആവശ്യമില്ല. തലയോട്ടി തേച്ചിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചൊറിയാൻ തുടങ്ങും. കാരണം അത് ആ ഒരു ആര്യവേപ്പില അതിലേക്ക് പിടിക്കുന്നത് കൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഷാമ്പൂ ചെയ്യുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഷാമ്പൂ ചെയ്യുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കുക. താരൻ്റെ ശല്യം മാറിക്കിട്ടും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് വേറെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസസിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ പോകുമെന്ന് എനിക്കറിയില്ല. അല്ലാതെ സാധാരണയുള്ള താരൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കാൻ ഷെയർ ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്ക് ചെയ്ത റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തത്.